ഏത് കാര്യത്തിലും പുതിയ മാറ്റങ്ങളും കൗതുകവും കാണുന്നവർക്കിടയിൽ ഏറെ വ്യത്യസ്തനാണ് പറവൂർ കാരയാട്ടെ കുഞ്ഞിരാമേട്ടൻ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ഏത് കാര്യത്തിലും പുതിയ മാറ്റങ്ങളും കൗതുകവും കാണുന്നവർക്കിടയിൽ ഏറെ വ്യത്യസ്തനാണ് പറവൂർ കാരയാട്ടെ കുഞ്ഞിരാമേട്ടൻ. വില കൂടിയ ചെരുപ്പ് ജീവിതത്തിന്റെ ഭാഗമാക്കുന്നവരുടെ വഴിയിൽ നിന്ന് മാറി നഗ്നപാതനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ നടപ്പ്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പറവൂർ കാരയാട് സ്വദേശി 67 വയസ്സുള്ള കരിവള്ളൂരുകാരൻ കുഞ്ഞിരാമൻ ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കാൻ തുടങ്ങിയിട്ട് 67 വർഷം കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ വിവാഹ ദിവസം 1 മണിക്കൂർ സമയം മാത്രം ഒരു വെള്ളിച്ചെരുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രദേശത്തെ അറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ കുഞ്ഞിരാമൻ കണ്ണൂരിലേക്കും പയ്യന്നൂരിലേക്കും കാൽനട ജാഥയിൽ ചെരുപ്പിടാതെ തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. നമുക്ക് 67 വയസ്സായി. ഇതുവരെ ചെരുപ്പ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. കല്യാണത്തിനൊരു ചെരുപ്പ് മേടിച്ചിന്, അത് 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. തൽക്കാലത്തിൽ അങ്ങനെ പോകുമ്പോൾ അത് വണ്ടിയിൽ പോകുന്നതുകൊണ്ട് ചെരുപ്പ് അങ്ങനെ ഇട്ടിട്ട് നടന്നിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പണിക്ക് പോകുമ്പോൾ പാറക്കായാലും കണ്ണൂരേക്കെല്ലാം പരിപാടിക്കെല്ലാം പോകുമ്പോൾ പാർട്ടി പരിപാടിക്കെല്ലാം പോകുമ്പോൾ കണ്ണൂരെല്ലാം നടന്നിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പയ്യന്നൂർ, തളിപ്പറമ്പ്, മാതാമംഗലം എല്ലാം നടന്നിട്ടാണ് പോലെ. അതൊന്നും ചെരുപ്പ് ഞാൻ ഉപയോഗിക്കില്ല, ഇപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ വേറെ പണിക്ക് പോകുമ്പോൾ ഞാൻ ചെരുപ്പൊന്നും ഉപയോഗിക്കില്ല. പാറക്ക് ഈ പാറ മുള്ളെല്ലാം ഉണ്ടായാലും കാലിന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതിനെപ്പറ്റിയൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ മദ്യം ഉപയോഗിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല. അത് പ്രത്യേകതയൊക്കെ അങ്ങനെയുണ്ട്. മദ്യം ഒരു പ്രാവശ്യം നമ്മളൊരു സുഹൃത്തൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ എൻ്റെ 2-3 പ്രാവശ്യം യാത്ര പോയപ്പോൾ ഒരു കള്ള് കുടിച്ചിട്ടുണ്ട്, ഓരോരോ ഗ്ലാസ്, നല്ല ഏറിയ കള്ള്. അതല്ലാതെ മദ്യം എന്ന് പറഞ്ഞ സാധനം പറയാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ വീടിയും വെച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ നായാട്ടിനും പാറയ്ക്ക് വിറക് ശേഖരിക്കാനും പുല്ല് പറിക്കാനും പാറപ്രദേശങ്ങളിൽ പോകുന്നതും ചെരുപ്പിടാതെ തന്നെ. ചെരുപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് കണ്ണിലെ കാഴ്ചശക്തി കൂടുതലാണെന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു. കർഷക തൊഴിലാളിയായ ഇദ്ദേഹം വാഴകൃഷിയും മറ്റു കൂലിപ്പണിയും ചെയ്താണ് ഉപജീവന മാർഗം കഴിയുന്നത്. പുതിയ കാലത്ത് വിവിധ മോഡലുകളിലുള്ള ചെരുപ്പുകൾ വിപണിയിൽ കിട്ടുമ്പോഴും ചിലർ ഇദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുമെങ്കിലും തന്റെ ശീലത്തിൽ നിന്നും വ്യതിചലിക്കാൻ കുഞ്ഞിരാമേട്ടൻ തയ്യാറല്ല. ശരീരാരോഗ്യത്തിനു കൂടി ഊർജം പകരുന്നതാണ് ചെരുപ്പില്ലാതെയുള്ള യാത്ര എന്നാണ് ഇദ്ദേഹത്തിന്റെ നിരീക്ഷണാനുഭവം. ഈ ചെരുപ്പ് ഉപയോഗിക്കത്തുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ ഇത് കണ്ണടയായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പേപ്പറിലൊക്കെ സുഖമായിട്ട് വായിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള അസുഖങ്ങളൊന്നും പറയാതൊക്കെ ഒരു അസുഖമൊന്നും ഉണ്ടായിട്ട് എനിക്കറിയില്ല. ചെറിയൊരു പനിയെല്ലാം വീട്ടിലിങ്ങനെ ചിലതോട്ട് പനിയെല്ലാം ഉണ്ടാകുന്നില്ലാതെ ഇതുവരെ അസുഖങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ ഉള്ളത് അതൊക്കെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ചെരുപ്പ് ഉപയോഗിക്കാത്തതിൻ്റെ ഒരു ചിലതോട്ട് പനിയെല്ലാം ഉണ്ടാകുന്നില്ലാതെ ഇതുവരെ അസുഖങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അതൊക്കെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ചെരുപ്പ് ഉപയോഗിക്കാത്തതിൻ്റെ ഒരു ചെരുപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ട് കണ്ണിന് കാഴ്ചശക്തി കൂടുതലാണ് അല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്? അതെ. അതുപോലെ എല്ലാവരും ഞാൻ എവിടെയൊക്കെ പരിപാടിക്കൊക്കെ പോയാൽ ഞാനിങ്ങനെ അന്വേഷിക്കും. എനിക്കൊരു കൂട്ടുകാരുണ്ടോ, ആരെങ്കിലും ചെരുപ്പിടാത്ത ഒരാളുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കില്ല. പക്ഷേ പരമാവധി എവിടെയും കണ്ടെത്തലില്ല. കുറച്ച് ആരെയും അങ്ങനെ കാണില്ല. പക്ഷേ പരമാവധി എൻ്റെ അഭിപ്രായം രാവിലെ 1 മണിക്കൂറെങ്കിലും എല്ലാവരും ചെരുപ്പ് ഉപയോഗിക്കാതെ ഇടാതെ നടക്കണം. 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. നേരെ നോക്കി നടക്കുന്നതാണെങ്കിൽ ഏകദേശം എത്ര ദൂരം ഈ ചെരുപ്പ് ഇടാണ്ട് നടന്നിട്ടുണ്ട്? ഞാൻ ഇവിടുന്ന് കണ്ണൂർ വരെ നടന്നിട്ടുണ്ട്. ഏതാവശ്യത്തിനാണ്? പാർട്ടി പരിപാടിക്ക്, DYFൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് കല്യാശ്ശേരി ഇവിടുന്ന് നടന്ന ഒരു ദിവസം പോയി കല്യാശ്ശേരി നിന്നു സ്കൂളിൽ, അവിടുന്ന് കണ്ണൂരേക്ക് കാൽനട ജാഥ. അതുപോലെ തളിപ്പറമ്പ് പയ്യന്നൂരൊക്കെ എല്ലാം ഒരുപാട് സമയങ്ങൾ, ഇതൊന്നും ബസ്സൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമ്മളിവിടുന്ന് തളിപ്പറമ്പിലേക്ക് ഏതെങ്കിലും ജീപ്പിനെല്ലാം പോയാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ജീപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ തളിപ്പറമ്പ് ഇങ്ങോട്ട് നടക്കലാണ്. പിന്നെ തളിപ്പറമ്പ് പോയ രാഷ്ട്രീയ കേസെല്ലാം പോയാലും പരിപാടിയുണ്ട്. പിന്നെ പയ്യന്നൂർ അഖിലേന്ത്യാ വോളിബോൾ മത്സരത്തിലുള്ള രാത്രി ഒരു വോളിബോളിനെ കഴിഞ്ഞിട്ട് നടക്കലാണ്. അങ്ങനെ അതിനകത്ത് ഒരു പ്രശ്നമൊന്നുമില്ല. ഏത് ചൂടിനും ഇപ്പോൾ ഈ ഉച്ചക്കത്തെ ചൂടിന് ഈ താരട്ട റോഡ് നടക്കുന്നത് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ തമാശ കാടി ചോദിക്കാനുണ്ട്, നീ എങ്ങനെയാണെന്ന് ഇങ്ങനെ ചൂടുണ്ടാവില്ലേ കാലിന്? അത് ഞാനിങ്ങനെ ഒരു പ്രശ്നമില്ല, അങ്ങനെ പോകാൻ.
വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.